ഉക്രൈൻ ഒരുമ്പെട്ടപ്പോൾ പേൾ ഹാർബറായി മാറി റഷ്യയുടെ ബോംബർ വിമാനത്താവളങ്ങൾ. അത്രയ്ക്ക് കഠിനമായ ആക്രമണമാണ് ഉക്രൈൻ്റെ വെറും സാധാരണ ഡ്രോണുകൾ ലോകശക്തിയായ റഷ്യയുടെ ബോംബർ വിമാനത്താവളങ്ങൾക്ക് നേരെ നടത്തിയത്. ചിലവ് നന്നേ കുറവ്, പക്ഷേ ആക്രമണം അതിമാരകം, അതിസാഹസികമെന്നേ ഉക്രൈൻ്റെ ഈ ദൗത്യത്തെ വിശേഷിപ്പിക്കാനുമാകും. റഷ്യയ്ക്ക് നഷ്ടപ്പെട്ടത് ബോംബറുകൾ വർഷിക്കുന്ന അത്യാധുനിക Tu-95, Tu-25 വിമാന ഫ്ലീറ്റുകളാണ്. ന്യൂക്ലിയർ ബോംബുകൾ വരെ വഹിക്കാൻ ശേഷിയുള്ള റഷ്യയുടെ ബോംബർ ഫ്ലീറ്റ് അപ്പാടെ ഉക്രൈൻ്റെ കുഞ്ഞൻ ഡ്രോണുകൾ അങ്ങനെ തകർത്തെറിഞ്ഞു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വീഡിയോ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കുഞ്ഞൻ അമച്ചർ ഡ്രോണുകൾ ആമസോണിൽ കിട്ടും. വില വെറും $400 മാത്രം. ഇത്തരം 117 ഡ്രോണുകൾ FPV ഇനത്തിൽപ്പെട്ടവ. ഫസ്റ്റ് പേഴ്സൺ വ്യൂ റിയൽ ടൈം ക്യാമറ ഘടിപ്പിച്ചത്. ഫ്രണ്ട് ക്യാമറ നൽകുന്ന വീഡിയോ വളരെ കൃത്യതയുള്ളതാണ്. വിദൂരമായി നിയന്ത്രിക്കാം. ഈ കുഞ്ഞൻ ഡ്രോണുകൾ എവിടെയും കയറി ചെല്ലും. ഒരു ആർട്ടിലറി ഷെല്ലിന് $800 മുതൽ $9,000 വരെ വിലയുണ്ടെങ്കിൽ, ഒരു GPS ഗൈഡഡ് മിസൈലിന് $10,000 വരെ വിലയുണ്ടെങ്കിൽ, ഈ FPV ഡ്രോൺസ് വെറും $400 ഉണ്ടാക്കി കഴിഞ്ഞത് റഷ്യയുടെ $1 മില്യൺ നഷ്ടമാണ്. അതാണ് റഷ്യയുടെ വിവിധ സൈനിക താവളങ്ങളിൽ സംഭവിച്ചത്. അതിൻ്റെ നടുക്കം റഷ്യയുടെ മനസ്സിൽ നിന്നും ഇതുവരെ മാറിയിട്ടുമില്ല. 18 മാസം മുമ്പ് ഉക്രൈൻ ആരംഭിച്ചു തുടങ്ങിയതാണ് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണ പദ്ധതി. അതിസമർത്ഥമായൊരു ആക്രമണ പദ്ധതിയായിരുന്നു ഉക്രൈൻ്റെ മനസ്സിൽ. ആദ്യമായി സ്റ്റെപ്പ് 1 ഹിറ്റ് ചെയ്യാനുള്ള റഷ്യയുടെ തന്ത്രപ്രധാനമായ വ്യോമത്താവളങ്ങൾ അവർ കണ്ടുവച്ചു. സൈബീരിയയിലെ ബിലായ ബോംബർ വിമാനത്താവളം 4500 കിലോമീറ്റർ ഉണ്ട് ഉക്രൈൻ അതിർത്തിയിൽ നിന്നും ഇവിടേക്ക്. അടുത്തത് ഒലേനിയ വ്യോമത്താവളം ഉക്രൈൻ അതിർത്തിയിൽ നിന്നും 2000 കിലോമീറ്റർ അകലെയാണ്. ഈ രണ്ട് കേന്ദ്രങ്ങളുമാണ് ഉക്രൈൻ ഡ്രോണുകൾ അടിച്ചു തകർത്തത്. ഇവിടെയാണ് റഷ്യ എന്ന ലോകശക്തിയുടെ കഴിവുകേട് ലോകത്തിന് മുന്നിൽ ഒന്നുകൂടി വ്യക്തമാകുന്നത്. ഉക്രൈന് ഈ പോയിന്റുകളിലേക്ക് പ്രഹരിക്കാനുള്ള ശേഷിയുള്ള ദീർഘദൂര മിസൈലുകളൊന്നുമില്ല. അങ്ങനെ അവർ FPV ഡ്രോണുകളെ ആശ്രയിച്ചു. അടുത്ത സ്റ്റെപ്പ് 2 ഈ ഡ്രോണുകളെ ആക്രമണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതായിരുന്നു സ്റ്റെപ്പ് 2. ഡ്രോണുകളെ വിവിധ പാർട്ടുകളാക്കി മാറ്റി ഘട്ടം ഘട്ടമായി ട്രക്കുകൾ വഴി തടിപ്പെട്ടികളിൽ അവർ കടത്തി റഷ്യയിലേക്ക്. അങ്ങനെ അവ ബിലായ ഒലേനിയ വ്യോമത്താവളങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടെത്തിച്ചു. എന്നിട്ട് അവ സംയോജിപ്പിച്ച് സജ്ജമാക്കി കാത്തിരുന്നു. അടുത്തത് സ്റ്റെപ്പ് 3 ഓപ്പറേഷൻ സ്പൈഡർ വേവ്. വിദൂരത്തിരുന്നു കൊണ്ട് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഈ ഡ്രോണുകൾ സൂക്ഷിച്ചിരുന്ന തടിപ്പെട്ടികൾ തുറന്നു. പിന്നെ റിമോട്ട് കൺട്രോൾ വഴി ഡ്രോണുകൾ പറത്തി നേരെ സൈനിക കേന്ദ്രങ്ങൾക്ക് അകത്തേക്ക്. വളരെ താഴ്ന്നു പറന്നുകൊണ്ടിരുന്നതിനാൽ റഷ്യയുടെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും റഡാറുകൾക്കും ഈ ഡ്രോണുകളെ കണ്ടെത്താൻ പോലുമായില്ല. 117 ഡ്രോണുകൾ, ഓരോന്നിനും പൈലറ്റുണ്ട്. അവർ ആയിരക്കണക്കിന് മൈലുകൾ അകലെയിരുന്ന് FPVയുടെ ക്യാമറയിലൂടെ ഓരോ റഷ്യൻ ബോംബർ വിമാനവും നോക്കിക്കണ്ടു. എന്നിട്ട് അതിവേഗതയിൽ ഈ ഡ്രോണുകൾ ബോംബറുകളുടെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറ്റി. പിന്നീട് റഷ്യ കണ്ടത് റഷ്യയുടെ അതിമാരക ശേഷിയുള്ള ബോംബർ ഫ്ലീറ്റ് അപ്പാടെ തകർന്നടിയുന്നതാണ്. റഷ്യയുടെ 2ാം നിര ബോംബർ ഫ്ലീറ്റിനെയാണ് ഇങ്ങനെ തകർത്തത്. സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി. റഷ്യയിൽ ഒരു ആണവ യുദ്ധമുണ്ടായാൽ, മോസ്കോ അടക്കം പ്രധാന കേന്ദ്രങ്ങൾ തകർന്നടിഞ്ഞാൽ ശത്രുക്കൾക്ക് ആണവായുധം കൊണ്ട് മറുപടി നൽകുന്നതിന് തയ്യാറാക്കി നിർത്തിയതായിരുന്നു സൈബീരിയയിലെ ഈ സെക്കൻഡ് ഫ്ലീറ്റ് കേപ്പബിലിറ്റി. ഇത് തകർത്തതും വളരെ നിസ്സാരമായി കുഞ്ഞൻ ഡ്രോണുകൾ. ഓരോ മാസവും ഇങ്ങനെ 2 ലക്ഷം ടണ്ണുകൾ ഉക്രൈൻ നിർമ്മിച്ചിറക്കുന്നു എന്നാണ് കണക്ക്. റഷ്യയുടെ സൈനിക ശേഷിയുടെ തകർന്ന 80% അടിച്ചിട്ടത് ഉക്രൈൻ്റെ ഇത്തരം FPV ഡ്രോണുകളായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ മറൈൻ ഡ്രോണുകൾ റഷ്യൻ പടക്കപ്പലിന് നേരെ പറന്നു നിന്നിരുന്നു. റഷ്യയുടെ പ്രതിരോധ മിസൈലുകൾ അവയിൽ ചിലത് തകർത്തു. പക്ഷേ രക്ഷപ്പെട്ട ഉക്രൈൻ ഡ്രോണുകൾ ആ പടക്കപ്പൽ തകർത്തിട്ടാണ് അവിടെ നിന്നും പിൻവാങ്ങിയത്.
ഇത്തരം ഡ്രോണുകൾ ഇന്ത്യൻ കരസേനയ്ക്കുമുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ചിൽ ഇന്ത്യൻ കരസേന ഈ ഡ്രോണുകളുടെ ആദ്യത്തെ ബാച്ച് തങ്ങളുടെ സേനയുടെ ആയുധശേഷിയിലേക്ക് ചേർക്കുകയും ചെയ്തു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഇത്തരം FPV ഡ്രോണുകൾക്ക് വില 1,40,000 രൂപയാണ്. പാകിസ്ഥാന്റെ മിലിറ്ററി ബേസുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ ഓപ്പറേഷൻ സിന്ദൂരിനിടെ ഇന്ത്യ തകർത്തെറിഞ്ഞതും ഇതേ ഡ്രോണുകൾ ഉപയോഗിച്ചാണ്. സൈനികരുടെ ജീവൻ ഒരു തരി പോലും അപകടത്തിൽപ്പെടുത്താതെ ദൗത്യം കൃത്യമായി നിർവഹിക്കുന്ന ഡ്രോണുകൾ എന്നാണ് ഇവയെ ഇന്ത്യ വിളിക്കുന്നത്. എന്താണ് ഈ ഡ്രോണുകൾ എന്ന് ലോകത്തെ ഒരിക്കൽ കൂടി മനസ്സിലാക്കി കൊടുത്തത് ഇപ്പോൾ ഉക്രൈനാണ്.